ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ളിൽ ഇന്ത്യൻ ടീമിൽ നിന്നും സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യരെ ഒഴിവാക്കിയതിന് രൂക്ഷ വിമർശനവുമായി മുൻ താരം സഹിൽ കോജ്ര രംഗത്ത്. മുംബൈയുടെ മുൻ ഓപ്പണറും നിലവിലെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി അംഗവുമാണ് കുക്രേജ്. ഇന്ത്യൻ ഏകദിന ടീമിലും ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്ക് വേണ്ടിയും തകർപ്പൻ ഫോമിൽ ബാറ്റ് വീശുന്ന ശ്രേയസിനെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ടീമിലേക്ക് തിരികെ വിളിക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അജിത് കോക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന് കോക്രേജ് ചൂണ്ടിക്കാട്ടി. പകരം മലയാളി താരമായ കരുൺ നായർക്കും പുതുമുഖമായ സായി സുദർശനും ടീമിൽ ഇടം ലഭിച്ചതിനെയാണ് റെഡിഫിനോട് സംസാരിക്കവേ കുക്രേജ് ചോദ്യം ചെയ്തു. ശ്രേയസ് അയ്യർ അതിഗംഭീര താരമാണെന്നും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്നും അദ്ദേഹത്തെ തഴഞ്ഞതിന് സെലക്ഷന്മാർക്കും കോച്ചർമാർക്കും ഉത്തരം പറയണമെന്നും കോക്രേജ് ആവശ്യപ്പെട്ടു. ശ്രേയസ് അയ്യർ ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില കാരണങ്ങളാൽ അദ്ദേഹം ഒരു തകർപ്പൻ കളിക്കാരൻ തന്നെയാണ്. എന്തുകൊണ്ടോ ശ്രേയസിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് സെലക്ഷന്മാരും കോച്ചുമാരും ടീം മാനേജ്മെന്റും ഉത്തരം പറയണം, കോക്രേജ് പറഞ്ഞു. ശ്രേയസ് ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളും ഇതിനകം ചെയ്ത കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇല്ല എന്ന് ശരിക്കും ഞെട്ടിക്കുന്നതാണെന്ന് കോക്രേജ് വിശദമാക്കി. കളിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല, ക്യാപ്റ്റൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ റെക്കോർഡ് അതിശയിപ്പിക്കുന്നതാണ്. ശ്രേയസിനെ പോലെ ഒരാൾ നമ്മുടെ ടെസ്റ്റ് ടീമിൽ ഭാഗ്യമല്ലാതെന്ത് ശരിക്കും ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ സീസണിൽ 2024-25 രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി ശ്രേയസ് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 7 ഇന്നിംഗ്സിൽ നിന്നും 90-ലധികം സ്ട്രൈക്ക് റെക്കോർഡ്, 68.57 ശരാശരിയിൽ 480 റൺസ് അദ്ദേഹം നേടി. IPL-ൽ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻസിൽ കൂടിയായ ശ്രേയസിന് ഇത് കരിയറിലെ മികച്ച സീസൺ കൂടിയായിരുന്നു. 17 മത്സരങ്ങളിൽ നിന്നും 604 റൺസാണ് അദ്ദേഹം നേടിയത്. 2021-ൽ ന്യൂസിലൻഡിനെതിരെ ഗ്രീൻ പാർക്കിൽ നടന്ന ടെസ്റ്റുകളോട് ശ്രേയസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയത്. എന്നാൽ ഇതുവരെയും വെറും 14 ടെസ്റ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാനായിട്ടുള്ളൂ. 36.86 ശരാശരിയിൽ 811 റൺസാണ് ശ്രേയസ് നേടിയത്. ഇതിലൊരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ നടന്ന ടെസ്റ്റിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. അതിനുശേഷം ഒരിക്കൽ പോലും ടെസ്റ്റ് ടീമിലേക്ക് ശ്രേയസ് തിരിച്ചു വിളിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ആഭ്യന്തര ക്രിക്കറ്റിൽ വളരെ മികച്ച റെക്കോർഡാണ് ശ്രേയസിനുള്ളത്. മുംബൈക്കായി 81 ഫാസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചു അദ്ദേഹം. 137 ഇന്നിംഗ്സിൽ നിന്നും 48.57 ശരാശരിയിൽ 6363 റൺസ് നേടി. 15 സെഞ്ചുറികളും 33 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു. ഉയർന്ന സ്കോർ 233 റൺസാണ്.